اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കുന്നത്. കാലങ്ങളായി നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നവരാണ്. ഓരോ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ നിരന്തരമായി ഓതുന്ന ആൾക്കാരാണ്. പല സൂറത്തുകളും മനഃപ്പാഠമുള്ളവരാണ്. ദിനേന നിത്യമായി നമ്മൾ ഖത്മിന് വേണ്ടി നിശ്ചിത സ്ഥലം വരെ ഓതി വെച്ച് ഡെയിലി പരിശുദ്ധമായ ഖുർആൻ ഓതി മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ഒക്കെ നമ്മൾ ഒരു ഖത്മ് പൂർത്തിയാക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ പറയുന്നുണ്ട്, ഒരാൾ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുക. അർത്ഥം ചിന്തിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇഖ്റ ബിസ്മി റബ്ബിക, ഇഖ്റ നീ വായിക്കുക, ബിസ്മി റബ്ബിക നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട് നീ വായിക്കുക. ആ ഇഖ്റയിനിക്ക് മാത്രം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറയുന്നുണ്ട്. നീ വായിക്കേണ്ടത് കേവലം സാധാരണ നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകമല്ല നീ വായിക്കുന്നത്. നിന്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നിനക്ക് മനഃപ്പാഠമുള്ളത് നീ ഓതുന്നത് കേവലം ഒരു ഗ്രന്ഥമല്ല, അത് അള്ളാഹുവിൻ്റെ അസലിയായ കലാമാണ്. ആദ്യം അത് നിന്റെ മനസ്സിൽ ഉറപ്പിക്കണം. നീ ഓതുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസലിയായ കലാമാണ്, പടച്ച റബ്ബിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഓതുന്നത് എന്ന ഒരു യഥാർത്ഥ ബോധ്യം നിന്റെ മനസ്സിൽ ആദ്യം വേണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ പറയുന്നുണ്ട്, നീ വായിക്കേണ്ടത് കേവലം ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഒന്ന് കണ്ണോടിച്ച് തീർക്കേണ്ട ഒരു ഗ്രന്ഥമല്ല ഖുർആൻ, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം വരെ വായിച്ച് തീർക്കേണ്ടതല്ല ഖുർആൻ. നമ്മളൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ ഒരു ഹർഫിന് 10 ഹസനത്തുകൾ നമ്മുടെ മനസ്സിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഓതിയാൽ അതിൽ എത്ര ഹർഫുകളുണ്ടോ അതിനൊക്കെ 10 ഹസനത്തുകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ പൂർണ്ണമായ പരിശുദ്ധ ഖുർആനിൻ്റെ അസലിയായ കലാമിൻ്റെ ആ പൊരുൾ അത് നിന്റെ മനസ്സിലേക്ക് കയറണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയാണ്, നീ ഭൗതികമായ എല്ലാ ചിന്തയിൽ നിന്നും വേറിട്ട് നിന്ന്, ഭൗതികമായ എല്ലാ ചിന്തയിൽ നിന്നും നീ വേറിട്ട് നിന്ന് പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹുവിൽ ലയിക്കുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിൽ ഫന ആകുന്ന സന്ദർഭത്തിൽ നീ ഓതേണ്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അതാണ് ഇഖ്റ, നീ വായിക്കുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട് വായിക്കണം. അള്ളാഹുവിന്റെ നാമം കൊണ്ട് വായിക്കുക എന്ന് പറയുമ്പോൾ അല്ലാത്ത ഒന്നും അവിടെ വരാൻ പാടില്ല. ഒരാൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതുന്ന സന്ദർഭത്തിൽ അവന്റെ മനസ്സിൽ അവന്റെ
പ്രപഞ്ചനാഥനാകുന്ന പരംപൊരുളാകുന്ന അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒരാളെയും അവൻ എന്ത് ചെയ്യാൻ പാടില്ല, കുടിയിരുത്താൻ പാടില്ല. അങ്ങനെ ഒരു ഖുർആനൂത്തുണ്ട്. ആ ഖുർആനൂത്ത് മനോഹരമാണ്. എത്ര ഓതിയാലും അവനക്ക് പൂതി മാറൂല. എത്ര സമയം ഇരുന്നാലും അവനക്ക് ക്ഷീണം വരൂല, ഉറക്ക് വരൂല, തളർച്ച വരൂല. കാരണം എന്താണ്? അവൻ മഅയ്യത്തോടുകൂടെ അള്ളാഹുവിന്റെ ദർശനത്തിലായിക്കൊണ്ടാണ് അവൻ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത്. അപ്പൊ സത്യത്തിൽ ആരിഫീങ്ങളാകുന്ന ആളുകൾ ഈ വിഷയം പറയുമ്പോൾ വിശ്വാസികളാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര കാലമായി ഖുർആൻ ഓതുന്നു? ആ ഖുർആനോത്തിനൊന്നും കൂലില്ല എന്നോ അതിനൊന്നും അല്ലാഹു തആല പ്രതിഫലം നൽകൂല എന്നോ ഒന്നുമല്ല. നമ്മൾ ഇതുവരെ ഓതിയത് പാഴായി പോയി, അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾ ഹഖീഖത്തൻ നിലക്ക് ഖുർആൻ ഓതേണ്ടതുപോലെ നമ്മൾ ഓതിയിട്ടില്ല. അങ്ങനെ ഒരാൾ ഓതുമ്പോ, അങ്ങനെ ഒരാൾ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ അള്ളാഹു അവനോട് നടത്തുന്ന പ്രണയലേഖനങ്ങളായിട്ട് മാത്രമേ അവനക്കത് കാണാൻ കഴിയുള്ളൂ. ഓരോ വരയിലും അവൻ അള്ളാഹുവിനെ മാത്രമേ കാണുള്ളൂ. ബഹുമാനപ്പെട്ട ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിക്കമിൽ പറയുന്നുണ്ടല്ലോ, ആബിദീങ്ങളാകുന്ന ആളുകളൊക്കെ, സാഹിദീങ്ങളാകുന്ന ആളുകളൊക്കെ സൃഷ്ടികളിൽ നിന്ന് ഓടി മറയുന്ന ആൾക്കാരാണ്, പേടിച്ച് മറയുന്ന ആൾക്കാരാണ്. അവര് നല്ല വഴി, നമ്മളെ വല്ല വഴികേടിലേക്കും നമ്മളെ കൊണ്ടുപോകുമോ, ദുനിയാവ് നമ്മളെ വല്ല വഴികേടിലേക്കും കൊണ്ടുപോകുമോ, നമ്മളെ ചതിക്കുമോ എന്ന് പേടിയാണ് അവർക്ക്. എന്നാൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആളുകൾ സൃഷ്ടികളെ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. ആരിഫീങ്ങളാകുന്ന ആളുകൾ ഓരോ സൃഷ്ടിയിലും അവർ അള്ളാഹുവിനെയാണ് ദർശിക്കുന്നത്, അള്ളാഹുവിനെയാണ് അവർ കാണുന്നത്. അതേപോലെയാണ് പരിശുദ്ധമായ ഖുർആൻ. അവർ ആ ഓത്തിൽ അള്ളാഹുവിനെ മാത്രം കാണുന്നു. ഭൗതികമായ ഒരു ആഡംബരങ്ങളും അവരെ ഹൃദയത്തിനെ സ്വാധീനിക്കുന്നില്ല, ഒന്നും അവരെ ഹൃദയത്തിലേക്ക് കയറി വരുന്നില്ല. അവർ അള്ളാഹുവിന്റെ കൂടെയാണ്. അങ്ങനെ ഒരാൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ആ ഖുർആൻ അവനക്ക് വെക്കാൻ തോന്നൂല. എത്ര ഓതിയാലും അവനക്ക് പൂതി മാറൂല. നമ്മളൊക്കെ മഹദിയാകുന്ന ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, മഹദിയുടെ ചരിത്രങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ വല്ലാതെ വിസ്മയിച്ചു പോകലുണ്ട്. ഒരു ഖബറുണ്ടാക്കിയിട്ട് അതിലിരുന്നിട്ട് മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതി. എത്ര? 2000 ഖത്ം ഓതി എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല 7000 ഖത്ം ഓതി എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. എങ്ങനെ അവർക്ക് ഇത് ഓതാൻ കഴിയണ്? അവർ ആ ഓത്തിൽ അള്ളാഹുവിനെ കാണുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സാധാരണ ഒരു ദിവസം ഒരു ഖത്മ് തീർക്കും. പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ 2 ഖത്മ് ഓതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഔത്താദിൽപ്പെട്ട ആളായിരുന്നു എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹുവിനെ പോലത്തെ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അത്രയും വലിയ വിലായത്തിന്റെ ഉത്തംഗ സോപാനത്തിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ ഓതുന്ന ഖുർആൻ, അവർ അള്ളാഹുവിനെയാണ് കാണുന്നത്. ഭൗതികമായ ഒന്നും അവരെ മനസ്സിലില്ല. അള്ളാഹുവിന്റെ പ്രണയലേഖനം അവരിങ്ങനെ വായിക്കുമ്പോൾ ആ ഓരോ വായനയിലും അള്ളാഹുവിനെ മാത്രമാണ് അവർ കാണുന്നത്, അള്ളാഹുവിനെയാണ് അനുഭവിക്കുന്നത്, അള്ളാഹുവിനെയാണ് അവർ ആസ്വദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഖുർആൻ ഓതുക. ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ നാമം കൊണ്ട്. അതായത് റബ്ബോട് കൂടെ നീ വായിക്കണം, അല്ലെ? റബ്ബോടടുത്താൽ നൽകിലും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും എന്ന് പറഞ്ഞൊരു ബൈത്തുണ്ടല്ലോ. അപ്പൊ റബ്ബോട് കൂടെയാണ് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത്. അങ്ങനെ ഓതുമ്പോൾ വളരെ മനോഹരമായത്, വല്ലാത്ത ആനന്ദകരമാണത്. അങ്ങനെ നമ്മളൊന്ന് ഖുർആൻ ഓതിയൊക്കെ കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഓതാനുള്ളൊരു സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.